അങ്ങനെ നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് പോകുമ്പോഴത്തെ നമ്മളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഒരു കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ഈ ഒരു പാക്കിംഗ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ ഡ്രസ്സുകൾ എടുത്ത് നമ്മളുടെ ഉള്ള ബാഗുകളിലത്തെ ഡ്രസ്സുകൾ ഓൾറെഡി ഉള്ളതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനുള്ളതായിട്ട് വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ആകെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മക്കൾ ഓരോന്ന് എടുക്കാനും അതിൽ നിന്ന് എടുത്ത് വലിച്ചിടാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടാളും ക്ലാസ്സിന് പോയ സമയത്താണ് കേട്ടോ ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നത്. മക്കൾക്കിപ്പോൾ വെക്കേഷനാണ്. പക്ഷെ വെക്കേഷൻ ആണെങ്കിലും അവരെ നമ്മൾ ഇവിടെ സമ്മർ ക്യാമ്പിന് ചേർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവർക്കാണെങ്കിലും ബോറടിക്കുള്ളൂ. കാരണം ഫുൾ ടൈം നമ്മളിവിടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വേറെ ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ ഈ ടി വിയുടെ മുന്നിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരെ വേറെ സമ്മർ ക്യാമ്പിന് നമ്മളിവിടെ വേറെ വിടുന്നുണ്ട്. നമുക്കിവിടെ അധികം ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാതും കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഈ ട്രോളി ബാഗുകളിൽ തന്നെയാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് വേണം വേറെ വയ്ക്കാൻ. പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിന് മുന്നുള്ള ഈ ഒരു പാക്കിങ് പരിപാടിയോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പെട്ടി പാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. കാര്യം നമുക്ക് അവിടെ നിന്ന് വല്ല ഒരു കൊണ്ടുവരുമ്പോൾ സാധനങ്ങൾ കിട്ടണത് പെട്ടി പൊളിച്ച് നോക്കാൻ ഇഷ്ടമാണ്. അതുപോലെ അങ്ങോട്ട് പോവാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനിടയിൽ ഈ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കാന്നുള്ള പണി ഭയങ്കര ദേഷ്യമുള്ളൊരു പണിയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ചെയ്യാണ്ട് പറ്റൂല. അപ്പം അതിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഷെൽഫൊന്നും അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഈ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സും ഒക്കെ നമ്മുടെ ഈ എന്താ പറയുക ഈ ബാഗുകളിൽ തന്നെയാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് പോണ ടൈം ആകുമ്പോൾ ഈ ബാഗ് കൊണ്ടുപോകാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ വേറെ ഇതുപോലെയുള്ള വലിയ വലിയ കവറിലേക്ക് മാറ്റി വയ്ക്കണം. കാരണം നമുക്ക് വേറെ ഞാനൊരു വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാത്ത സാധനങ്ങളൊക്കെ ഇനി അത് ആ ഡ്രസ്സുകളൊക്കെ മാറ്റി കവറുകളിലേക്ക് ആക്കുന്ന ഒരു പണിയാണ് ഇപ്പം നടക്കുന്നത്. പലപ്പോഴും അമ്മ പറയാറുണ്ട്, എൻ്റെ അമ്മ പറയും, നമ്മൾ അവിടെ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഒരു ഷോപ്പിംഗ് ഉണ്ടാവും. അപ്പം ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ഡ്രസ്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ചൊന്നും കൊണ്ടുപോകണില്ല, അവിടെ കൊണ്ടുവയ്ക്കണില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാത്രമേ നടക്കണുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ഥലമില്ലാണ്ടാവുകയാണ് സാധനങ്ങൾ ഇത് തുണികളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുമെന്ന് പറയും. പക്ഷെ എന്നാലും ഈ ഡ്രസ്സുകൾ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇടാൻ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടേക്ക് കൊണ്ടുവയ്ക്കൂല. അപ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ ഡ്രസ്സുകൾ ആദ്യമേ തൊട്ടുള്ളതുള്ളതുകൊണ്ട് നമുക്കത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കുറഞ്ഞു വരികയാണ്. നമുക്ക് വെക്കാനായിട്ട് വേറൊരു സ്ഥലം ഉണ്ടാവില്ല. കാരണം ആദ്യം തൊട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ഒതുക്കാന്ന് പറയുമ്പോൾ. പിന്നെ എല്ലാ ഡ്രസ്സുകളും തുണികളും നമുക്ക് അധികം അങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഈ ബാഗിൽ തന്നെയാണ് ഇരിക്കണം. അപ്പം നമ്മൾ ഈ നാട്ടിലേക്കൊക്കെ പോകുന്ന ടൈം ആകുമ്പോഴാണ് നമ്മൾ ആ കൊതുക്കത് മാറ്റിയിട്ട് നമ്മളത് വേറെ എവിടേക്കെങ്കിലും ഇതുപോലെ കവറിലേക്കൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് തന്നെയാണ് നാട്ടിലേക്കും കൊണ്ടുപോകാം. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിലെപ്പോഴും പറയട്ടോ, നമ്മൾ ഓരോ പഴയ നമ്മുടെ ഡ്രസ്സുകൾ നമ്മളെപ്പോഴും നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവും. കാര്യം ശരിയാണ്, പഴയ ഡ്രസ്സുകളുണ്ട്. ഇപ്പോൾ പുതിയത് നമ്മൾ കിട്ടുമ്പോൾ പഴയ ഡ്രസ്സുകൾ നമ്മൾ അത്ര ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നാലും അപ്പം അമ്മ പറയും അതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡ്രസ്സുകൾ കുറച്ച് അവിടെ കൊണ്ടുവയ്ക്കുക, നാട്ടിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് പുതിയത് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും നമുക്ക് ആ പഴയൊരു ഡ്രസ്സ് ഇവിടെ ഇല്ലാത്തത് നമുക്ക് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ. ഈ നമ്മൾ പറയല്ലോ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയണ പോലെ നമുക്ക് കിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇടാനായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നും പറ്റില്ല. ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഞാനിവിടെ ഹോളിൽ വന്നിരുന്നിട്ട് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കുറച്ച് എന്താ പറയുക ഇതായിട്ടുള്ള പണിയാണ്. നമുക്ക് ഈ സാധനങ്ങൾ എപ്പോഴും വരുന്നത് തുണികളൊക്കെ വെക്കാനായിട്ട് വേറെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് മാത്രം എടുത്ത് ഇതിലേക്ക് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു ഇരട്ടിപ്പണിയാണ്. ആദ്യം ഈ എല്ലാതും എടുത്ത് പുറത്തേക്ക് ആദ്യം വേറെ ഇതിലേക്ക് മാറ്റിയിട്ട് വേണം ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഡ്രസ്സായാലും എല്ലാതൊക്കെ എടുത്ത് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ഓണത്തിന് കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ. അത്
ഓണത്തിന് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാരിയാണ്. ഓണത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം സാരി നാട്ടിലാണെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ എടുക്കും. ഇവിടെ പൊതുവെ എടുക്കാറില്ല. അപ്പോൾ ഓരോ ഓണത്തിന് മാത്രം എടുത്തിട്ട് ഇതെൻ്റെ ഈ സാരി കല്യാണത്തിൻ്റെ തലേന്ന്, കല്യാണത്തിൻ്റെ അല്ല, നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷം പോലെ തലേന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മധുരം കൊടുക്കുക, മധുരം വെപ്പ് എന്നൊക്കെ പറയണ പോലെയുള്ള ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തലേദിവസത്തേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സാരിയായിരുന്നു. സാരി നല്ലതാണ്. പിങ്ക് അല്ലാട്ടോ ഇതിൻ്റെ ഫുൾ കളർ തന്നെ. യെല്ലോ ആൻഡ് പിങ്ക് ആണ് കളർ കോമ്പിനേഷൻ. സാരി നല്ലതാണ്. നമുക്ക് ഒറ്റയ്ക്കായാലും എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പാടില്ലാണ്ട് എടുക്കാനും പറ്റും. അപ്പോൾ സാരിയുടെ ബ്ലൗസ് ഞാൻ ഇപ്പോൾ ഓണത്തിനൊക്കെ ഇട്ടുണ്ടായിരുന്നത്, ഞാൻ ഈ ബ്ലൗസ് ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല കറക്റ്റ്, എന്താ പറയുക, നമുക്ക് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു. നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മേടിച്ചിടുന്ന പോലെ തന്നെയായിരുന്നു. ഒന്നും എനിക്ക് ഓൾട്ടർ ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴുത്തിന്റെ എവിടെ ആയതുമ്പോൾ എന്താ പറയാ, ലൂസ് ഇങ്ങനെ ആയി പോകണമെങ്കിൽ തന്നെ അതിങ്ങനെ ടൈറ്റിലേക്ക് കെട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഇതും തോന്നൂല. അങ്ങനെ ഒരു ബാഗിൻ്റെ പണി നമ്മൾ അങ്ങനെ ഒരുവിധം അങ്ങനെ ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ബാഗ് എടുത്തു, ഇനി അതിൻ്റെ പണിയാണ്. അങ്ങനെ ഒരു ബാഗിലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഓണത്തിൻ്റെ സാരിയും അങ്ങനെ നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഞാൻ ആ ബാഗിൽ തന്നെ വെച്ചു. ഇനി ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചേട്ടൻ വന്നിട്ട് ചെയ്യുള്ളൂ കേട്ടോ. കാരണം അത് ഓരോന്ന് അതിൻ്റെ ഗ്യാപ്പൊക്കെ നോക്കി കറക്റ്റ് ഫില്ല് ചെയ്ത് ആ ഒരു ലെവലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്യാനുള്ള അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. അപ്പം ഞാനിതെല്ലാം വെച്ചു കൊടുക്കും, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഓരോ ബാഗിലാക്കിയിട്ട് വെക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചേട്ടൻ വന്നിട്ട് വേണം ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെക്കാനായിട്ട്. അപ്പം ഇനി അടുത്ത ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇരിക്കണേ. അധികം മാറ്റാനായിട്ടൊന്നുമില്ല സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് മാറ്റാനായിട്ട് അധികം ഡ്രസ്സുകളില്ല, കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി അവരുടെ ഡ്രസ്സുകൾ, നല്ല ഡ്രസ്സും വീട്ടിലിടണതൊക്കെ നമ്മുടെ ഇവിടെ വീട്ടിൽ ഷെൽഫിൽ തന്നെയാണ് വെച്ചേക്കണം. അപ്പൊ ഇതിൽ കുറച്ച് ഇങ്ങനെ വലിയ ഇങ്ങനെ പറയാ ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കണ പോലത്തെ അങ്ങനത്തെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രസ്സുകൾ കൂടി വെക്കാൻ സ്ഥലം പോണ കാരണം അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇതിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇതിലത്തെ ഒതുക്കല് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കഴിയും. കുട്ടികളുടെ ഡ്രസ്സുകൾ അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് അവരുടെ എന്താ പറയുക, പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളായാലും വീട്ടിലിടുന്ന നമ്മുടെ ഡെയിലി വെയർ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഷെൽഫിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റ് മോഡൽ, ഇങ്ങനത്തെ നെറ്റ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ചിങ്ങനെ കൂടുതലിങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ അവരുടെ ഇങ്ങനത്തെ ബാഗിലുള്ളൂ. അതുകൊണ്ടാണ് ആ ബാഗ് കുറച്ച് ഡ്രസ്സ് മാത്രമേ നമുക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ കുറേ ഡ്രസ്സ് എടുത്ത് മാറ്റി ഒതുക്കേണ്ട പണിയില്ല. പക്ഷേ ഈ ഒരു ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ആയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഒരുവിധം ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇതിപ്പോൾ കാണുന്നത് ഡേ 2 ആണ് കേട്ടോ. കാരണം എല്ലാ പരിപാടിയും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല, അത് നടക്കാറുമില്ല. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കലാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സ് ഞാനിവിടെ 2 കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചെറിയ എന്താ പറയുക, ഇപ്പോൾ അവർക്ക് ഇടാനായിട്ട് പറ്റാത്ത ഡ്രസ്സുകളൊക്കെ കുറച്ചുകൂടി പഴയത്, അവരുടെ കുഞ്ഞിതായിരുന്നപ്പോഴത്തെ ഡ്രസ്സുകളാണ്. അതിങ്ങനെ പഴയ ഡ്രസ്സുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഇത് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യണ സമയത്തായിരിക്കും ഇതൊക്കെ ഒതുക്കി ഇങ്ങനെ റെഡിയാക്കുക. അപ്പോൾ ഇത് രണ്ടും അവർക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ചേട്ടൻ്റെയും അനിയത്തിയുടെയും ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കണം. പക്ഷേ ഇതിലും ഡ്രസ്സുകൾ ഞാൻ നോക്കും, ഇതെല്ലാം കൂടി കൊണ്ടുപോയില്ല. അത്യാവശ്യം ഇനി നമ്മൾ അവിടെ പോകുമ്പോൾ ഷോപ്പിംഗ് ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണം ഇതിൽ നോക്കിയിട്ട് കൊണ്ടുപോകാൻ ഒന്നും കൂടിയും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നല്ല ഡ്രസ്സുകൾ മാറ്റാം. ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ. കാരണം അത് നമുക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റൂ എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യാറിറങ്ങണതാണ്. എന്താണെന്നറിയില്ല, അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇതൊക്കെ തിരിച്ചിത് ഒതുക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ചെയ്ത് തുടങ്ങിയ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകും. പക്ഷെ അത് തുടങ്ങി കിട്ടാനാണ് പാട്. പക്ഷെ നമുക്കിത് എന്തായാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സുകളാണ് ഞാൻ ഫസ്റ്റ് പാക്ക് ചെയ്യണത്. എൻ്റെ ഡ്രസ്സുകൾ ഞാൻ കുറച്ചൊക്കെ മാറ്റി വെച്ചു. ഇവരുടെ ആകുമ്പോൾ ഒന്നും കൂടിയും പെട്ടെന്ന് കഴിയും. അത് കാരണം
ഓരോ പണികൾ വേഗം വേഗം തീർക്കാൻ പറ്റുന്നത് ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് കുട്ടികളുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുത്തു വെക്കാം. പഴയ ഡ്രസ്സുകളൊക്കെ ഒരുപാട് മാറ്റിയപ്പോൾ കുറേ സ്പേസ് ആയിട്ട്, അപ്പോൾ നമുക്ക് ഇനിയും ഇഷ്ടം പോലെ ഒതുങ്ങി, അതൊരു സമാധാനം. അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ആ ഷെൽഫൊക്കെ ഒന്ന് ഒതുങ്ങി കുറേ ഇതുകളൊക്കെ മാറിയപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനും ഒതുക്കാനൊക്കെ കുറച്ച് ഡ്രസ്സായി. കാരണം ഇത് പഴയ ഡ്രസ്സുകൾ ഇങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. കുട്ടികളുടെ ഇന്നേഴ്സും അതുപോലെ അവരുടെ സോക്സൊക്കെ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലായിരിക്കും വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കുമ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തായാലും നമ്മൾ ഈ ഇതിലത്തെയൊക്കെ ലഗേജ് കാര്യങ്ങളും ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും ഷെൽഫിലൊക്കെ ഒതുക്കി വെക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ എന്തായാലും ചെയ്യില്ല. എന്തായാലും നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ട്രോളി ബാഗ് അതിൽ തന്നെയായിരിക്കും ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുക. പിന്നെ അതിനെടുത്ത് നമ്മുടെ ഷെൽഫിലേക്ക് ഒതുക്കി മാറ്റി വെക്കാറില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രസ്സുകൾ മേലെന്നൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സുകൾ കിട്ടാൻ പാടുണ്ടാവില്ല. അപ്പം ഇതൊക്കെ കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഇങ്ങനത്തെ ഇതിന് വേണ്ടി സെപ്പറേറ്റ് മേടിക്കണമെന്നല്ല കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കിട്ടുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതെടുത്തിട്ടായിരിക്കും ഞാൻ അവരുടെ സോക്സും അതുപോലെ അവരുടെ ഇന്നേഴ്സ് എല്ലാതും കൂടിയിട്ട് വെക്കുക. അപ്പം ഈ ചെറിയ ചെറിയ സാധനങ്ങളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിസ്സാവില്ല, വേഗം എളുപ്പത്തിൽ കാണാൻ പറ്റും. അങ്ങനെ പാക്കിംഗ് ഒക്കെ നമ്മുടെ ഒരുവിധം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നാളെ ഇനി നമുക്ക് പോവാറായി. അപ്പോൾ പോണേക്കാളും മുന്നേ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള പോലെയുള്ളതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇനി വെക്കാവുള്ളൂ. നെക്സ്റ്റ് ഡേ അങ്ങനെ നമ്മളെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് ഇനി നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. മക്കൾക്കാണെങ്കിൽ നാട്ടിലേക്ക് പോകാമെന്നുള്ളതിനേക്കാളും ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറാം അല്ലെങ്കിൽ എയർപ്ലെയിനിൽ പോകാമെന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രണ്ടാളും. അതുകൊണ്ട് തന്നെ രണ്ടാളും കണ്ണടയ്ക്കാണ്ട് ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട് എയർപോർട്ട് എത്തിയോ എന്നിങ്ങനെ നോക്കിയിട്ട്. രണ്ടാൾ എയർപോർട്ടിൽ നല്ല കുറുമ്പായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങളിലൊക്കെ എന്താ പറയുക ഭയങ്കര ബഹളവും അടിപിടിയൊക്കെ ആയിരുന്നു. അവർക്ക് രണ്ടാൾക്ക് പോണതിൻ്റെ ഒരു സന്തോഷമാണ്. പക്ഷെ നമുക്ക് പിടിച്ച കിട്ടാത്തതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രം. അത് നമുക്ക് അധികം നേരം മീറ്റിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിലെത്തി. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു കരച്ചിലും അടിപിടിയാണ് കേട്ടോ ഇവിടെ. സാരില്ല, കരയണ്ട. വിൻഡോ സീറ്റ് കിട്ടാനുള്ള ചെറിയൊരു അടിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് രണ്ടാളും ഇരിപ്പായി. പിന്നെ അതിനുള്ളിലത്തെ അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ രണ്ടാളും വായിച്ചെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ ഞാൻ പിന്നെ കുറച്ച് അവരുടെ ഒരു കളറിംഗ് ബുക്കും ക്രയോൺസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ മോർണിംഗ് ഡേ ടൈമിലുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഉറങ്ങാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പിടിച്ചാലേ അവരെ കുറച്ച് നേരം നമുക്ക് അവരെ ബോറടിപ്പിക്കാണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടോ. അങ്ങനെ നാട്ടിലെത്തിയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കാരണം റോഡ് പണിയൊക്കെ കാരണം. ഇനി നാട്ടിലെ വിശേഷങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ.